ഹലോ ഹായ് വ്യൂവേഴ്സ്. ഇന്ന് നമ്മൾ പൈനാപ്പിൾ പായസമാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു പൈനാപ്പിൾ സാഗോ പായസം മുമ്പത്തൊരു വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്. ഇന്ന് അതല്ല, ഇന്ന് നമ്മൾ ശർക്കര വെച്ചിട്ടുണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അതിനായിട്ട് നമ്മളിവിടെ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ നമ്മൾ ക്ലീൻ ആക്കിയിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. എൻ്റെ പൈനാപ്പിളിൽ കുറച്ച് കേടുള്ളത് കൊണ്ട് കുറേയൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് ബാക്കിയാണ് കിട്ടിയത്. അപ്പോൾ ഇനി ഇതിനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. കടല, അട ഇതുപോലുള്ള പായസങ്ങളെല്ലാം ഞാൻ വെച്ച ഫ്ലോപ്പ് ആയതുകൊണ്ട് ഇതും അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ ചവ്വരി വേവിക്കാനായിട്ട് വെച്ചേക്കാണ്. 2 ഗ്ലാസ് വെള്ളം വെച്ച് ചവ്വരിയും വെച്ചിട്ടുണ്ട് ഒരു കുക്കറിലേക്ക്. ഇനി ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ശർക്കര പാനി കാച്ചാൻ വേണ്ടി വയ്ക്കും. പൈനാപ്പിൾ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ വേവിച്ചെടുക്കണം. ഇനി നമ്മളിവിടെ പാനി കാച്ചാനുള്ള ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ ശർക്കര നമ്മൾ 1 കിലോ ശർക്കരയാണ് എടുത്തേക്കുന്നത്. അതിൽ 1 ഗ്ലാസ് വെള്ളവും വെച്ചിട്ട് അത് നന്നായിട്ട് ഉരുക്കിയെടുക്കണം. പൈനാപ്പിൾ അത്യാവശ്യം നല്ല പുളിയുള്ളത്, അതുകൊണ്ടാണ് 1 കിലോ ശർക്കര എടുത്തത്. ഇവിടെ നമ്മളെ ചവ്വരി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് ശർക്കര പാനി കാച്ചാൻ വേണ്ടി നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ 1 തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്, പാലെടുക്കാൻ വേണ്ടിയിട്ടാണ്. ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിനെ അരിച്ചെടുക്കണം. നമ്മൾ ഇനി അരിഞ്ഞു വെച്ച പൈനാപ്പിൾ കൂടി ഇതിലിട്ട് വേവിച്ചെടുക്കുകയാണ്. നമ്മൾ ഈ ശർക്കര പാനി കാച്ചി അതിൽ തന്നെ വെച്ചു. അപ്പോൾ ഇത് വേവിച്ചെടുക്കാം. ശർക്കര പാനി നമ്മളിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം വച്ചല്ല പൈനാപ്പിൾ വേവിക്കാൻ വെച്ചത്, പക്ഷേ അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഊർന്നിറങ്ങുന്നതാണ് ഈ കാണുന്നത്. നമ്മളിവിടെ പായസം തയ്യാറാക്കാനായിട്ട് ദേ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നെയ്യ് ഒഴിക്കണം. ഇപ്പം നെയ്യ് ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ശർക്കര പാനി ഒഴിക്കണം, അരിച്ചു വെച്ച ശർക്കര പാനി. ഇനി ഇതിലേക്ക് നമ്മൾ പൈനാപ്പിൾ വേവിച്ച് വെച്ചത് ഇട്ട് കൊടുക്കുന്നു. ഇനി നമ്മൾ ശർക്കര പാനിയിലിട്ട് വഴറ്റിയെടുക്കണം. ഞാൻ ചുവന്ന് തുടങ്ങിയെന്ന് തോന്നുന്നു.
ഇപ്പം നമ്മുടെ ഈ പൈനാപ്പിൾ ഇവിടെ നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിലേക്ക് ഇനി ചവ്വരി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ചവ്വരി ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചവ്വരി മുഴുവൻ ഇതിലേക്കിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി പിടിപ്പിക്കണം. ഇത് തിളച്ച് തുടങ്ങി. നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ 2ാം പാലും 1ാം പാലും സെപ്പറേറ്റ് എടുത്ത് വെക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചു. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് 2ാം പാല് ഒഴിക്കുന്നു. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വറ്റി കുറുവണം. അപ്പോഴാണ് നമ്മളിത് ഓഫ് ചെയ്തിട്ട് 1ാം പാല് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1ാം പാൽ കൂടി ചേർക്കണം. ചേർത്തിട്ട് തിളയ്ക്കാൻ നിൽക്കണ്ട. അതിന് മുമ്പ് തന്നെ ചെറുതായിട്ട് ചൂടാകുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കത് പിരിഞ്ഞു പോകും. കാരണം പൈനാപ്പിൾ പുളിയുള്ളതായതുകൊണ്ട് പിരിഞ്ഞു പോകും. ഇത് നമ്മൾ ഫുള്ള് തിളയ്ക്കുന്നവരെ നിൽക്കുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ നമ്മളിത് വാങ്ങി വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും വറുത്ത് എടുത്തിടണം. അപ്പോൾ ഇത് ഫിനിഷാവും. ഏലക്കപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തു. ഇവിടെ നമ്മൾ കാഷ്യൂ ഒക്കെ വറുക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചൂടായിട്ടുണ്ട്. അപ്പോൾ നെയ്യ് ഒഴിക്കുകയാണ്. നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ചൂടാകുമ്പോഴത്തേക്കും നമ്മളിതിൽ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കണം. അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്.
ഇനി നമ്മളിതിലേക്ക് ഉണക്കമുന്തിരി ഉള്ളവർ അതിട്ടാൽ മതി. ഇവിടെ ഞാൻ ചെറിയാണ് എടുത്തേക്കുന്നത്. ഉണക്കമുന്തിരി ഇല്ലാത്തതുകൊണ്ട് ചെറിയ എടുത്തു. ചെറിയ വറുത്ത് നമ്മുടെ പൈനാപ്പിൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്.